ഈ അടുത്ത കാലം വരെ ലോകം ഭയപ്പാടോടെ മാത്രം നോക്കിക്കണ്ടിരുന്ന ഒരു രോഗാവസ്ഥയാണ് എയ്ഡ്സ്. ഇന്ന് ഫലപ്രദമായ ചികിത്സ സൗജന്യമായി ലഭ്യമാണ്. കേരള സർക്കാരും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും ചേർന്ന് സർക്കാർ മെഡിക്കൽ കോളേജുകളിലും എറണാകുളം, പാലക്കാട്, കാസർഗോഡ് എന്നീ ജനറൽ ആസ്പത്രികളിലും സൗജന്യമായി ART സെൻ്ററുകൾ വഴി ഈ ചികിത്സ ലഭ്യമാക്കുന്നുണ്ട്. HIV ബാധിതരെയും എയ്ഡ്സ് രോഗികളെയും അവരുടെ ബന്ധുക്കളെയും അവരോട് ഇടപഴകുന്നവരെയും എല്ലാം നിന്ദയോടെയും അവജ്ഞയോടെയുമാണ് പണ്ട് സമൂഹം കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ആ അവസ്ഥ മാറി. സമൂഹത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കേണ്ടവരാണ് അവരെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. HIV ബാധിതർക്കും എയ്ഡ്സ് രോഗികൾക്കും മെച്ചപ്പെട്ട ജീവിതത്തിലേക്കുള്ള ഒരു വഴികാട്ടിയാവട്ടെ ഈ വാർത്താചിത്രം. നളിനി, ചായ കൊണ്ടുവരുന്നു. ദേ ചായ. ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? സമയം 8 കഴിഞ്ഞു. വേണമെങ്കിൽ ഇന്ന് ലീവ് എടുക്കരുതോ? ഇന്നലെ മകന്റെ കല്യാണമായിരുന്നു എന്ന് ബോസിന് അറിയാലോ. ഇന്നലെ അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത് 1 ഡേ ലീവ് എടുത്തോളാൻ. അത് വേണ്ട, പിന്നെ മടിയാകും. രാജേന്ദ്രൻ, ഇന്നലെ എന്റെ മകന്റെ കല്യാണത്തിന് നീ വരാത്തതെന്താ? ആ ശരി, എല്ലാം ഭംഗിയായി. മകൻ സിദ്ധാർത്ഥും ഭാര്യയും ഇന്നലെ തന്നെ ബാംഗ്ലൂരിലേക്ക് പോയി. ഓക്കെ. അതെ, സമയം വൈകുന്നു. ഓഫീസിൽ പോകുന്നുണ്ടെങ്കിൽ റെഡിയാവാൻ തുടങ്ങിക്കോളൂ. ആ പന്തലിട്ട ആള് ഇന്ന് കാശിന് വരുമെന്ന് പറഞ്ഞിരുന്നു. വൈകിട്ട് വന്നാ മതിയെന്ന് പറ. ഇന്ന് തന്നെ ആഭരണങ്ങൾ ഞാൻ ലോക്കറിൽ വെക്കാം. വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ആ പിന്നെ ബാക്കിയുള്ള ചെലവുകളുടെ ബില്ലും കിട്ടിയിട്ടുണ്ട്. വൈകിട്ട് വന്നിട്ടൊന്ന് നോക്കണേ. ഓക്കെ, ആ ബില്ലുകളൊക്കെ ഫയൽ ചെയ്ത് വെച്ചേക്ക്. ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു. എന്താ? ഒരു 2-3 ദിവസം ഓഫീസിൽ നിന്ന് ലീവ് എടുത്താലോ? ഒന്ന് ലീവോ? എന്തിന്? നമുക്കൊരു വെക്കേഷന് പോയാലോ? ഇന്നിത് എന്തു പറ്റി? മോന്റെ കല്യാണം കഴിഞ്ഞതോടെ മനസ്സിനൊരു ആശ്വാസം തോന്നുന്നു. വലിയൊരു റെസ്പോൺസിബിലിറ്റി തീർന്നതുപോലെ ഒരു 3-4 ദിവസം ഇവിടെ നിന്ന് മാറി നീക്കാൻ തോന്നുന്നു. നിനക്കെന്താണ് അഭിപ്രായം? ഞാൻ റെഡി.
എന്തു പറ്റി? എന്താ ഓഫീസിൽ നിന്ന് നേരത്തെ? എനിക്ക് നല്ല സുഖമില്ല, നല്ല തലവേദനയുണ്ട്, ചുമയും. ഓഫീസിൽ വെച്ച് നന്നായിട്ട് ചുമച്ചു. എനിക്കൊന്ന് കിടക്കണം. ഈ ബാഗ് പിടിക്കേ, സഹിക്കാൻ പറ്റുന്നില്ല. കിടന്നോ. സുശീലേട്ടാ, ഒന്നുമില്ല നളിനി, ഒന്ന് ഉറങ്ങിയ ശരിയാ. സുശീലേട്ടാ, സുശീലേട്ടാ, സുശീലേട്ടാ. ഇപ്പൊ എങ്ങനെയുണ്ട് ക്ഷീണം? ഇപ്പൊ ക്ഷീണമില്ല. ചുമയ്ക്കുള്ള മരുന്ന് തരട്ടെ? ഞാൻ പിടിച്ചോ. വേഗം പോവാ, അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഉണ്ണി ട്യൂഷൻ കഴിഞ്ഞ് എത്തിയില്ലേ? ഇല്ല, അവൻ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ടേ വരൂ. ദാ, കഴിയാറായോ? കുറച്ചുകൂടെ ഉണ്ട്. 2 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം. വേണ്ട, ഇതിങ്ങനെ കഴിച്ചത് മതി. എന്തായാലും നമുക്ക് ഡോക്ടറെ കാണണം. ഈ പോക്ക് പോയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. സുശീലേട്ടാ, ഇന്ന് തന്നെ നമുക്ക് മെഡിക്കൽ കോളേജിൽ പോകണം. സുശീലൻ വരൂ. ആ, ഇരിക്കൂ. സുശീലൻ, എന്തുണ്ട് വിശേഷം? ആവശ്യമുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, റിസൾട്ട്സും കിട്ടിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ? ആ, മുകളിലേക്ക് നോക്കൂ, താഴേക്ക് നോക്കൂ. ആ കൈ, തലയൊന്ന് ചരിച്ചു പിടിക്കൂ, വായ തുറക്കൂ, ശ്വാസം വലിച്ചെടുക്കൂ. ഓക്കെ, ഒന്നുകൂടി അപ്പുറത്തേക്ക് തിരിയൂ. ആ, ഇനി ശ്വാസം വലിച്ചു വിടൂ, ഒന്നുകൂടി. ആ, തിരിഞ്ഞിരുന്നോളൂ. എക്സ്റേ നോക്കട്ടെ.
ഇതിൽ വലിയ പ്രശ്നമില്ല. കഫം പരിശോധിച്ചതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. രക്തവും കഫവും പരിശോധിച്ചിട്ട് നെഞ്ചിനകത്തെ TBയുടെ അണുബാധയുടെ ലക്ഷണം കാണുന്നുണ്ട്. വിഷമിക്കണ്ട, ഇതിവിടെ പലർക്കും ചെയ്യുന്ന ടെസ്റ്റാണ്. കൂടുതൽ പരിശോധനയ്ക്ക് ICTCയിലെ ഡോക്ടർക്ക് ഞാനൊരു കുറിപ്പ് തരാം. ഡോക്ടർ, ഈ ICTC ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് TBയുടെ അണുബാധ നെഞ്ചിലുണ്ട്. TB എന്ന് പറയുന്നത് പ്രമേഹമുള്ളവർക്ക് വരാം, കിഡ്നിക്ക് അസുഖമുള്ളവർക്ക് വരാം, കൂടാതെ HIV എന്ന് കേട്ടിട്ടില്ലേ, അങ്ങനെയുള്ളവർക്കും വരാം. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിനകത്തും ഷുഗറിൻ്റെ ഒന്നും കാണുന്നില്ല. HIV ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന സ്ഥലമാണ് ICTC. വിഷമിക്കൊന്നും വേണ്ട, ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി HIV ആണെങ്കിൽ പോലും അതിന് ചികിത്സയുള്ളതാണ്. അതാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. TB ഉള്ളവരിൽ ഇത് വളരെ സാധാരണയായിട്ട് കാണുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് മാത്രമേ ഉള്ളൂ. ഭയപ്പെടുകയൊന്നും വേണ്ട. ഈ പേപ്പർ കൊണ്ടുപോയി കൊടുത്താൽ മതി കേട്ടോ. ദാ കൊണ്ടുപോയി കൊടുത്തോളൂ. ശരി ഡോക്ടർ. പേരെന്താണ്? സുശീലൻ. സുശീലൻ എന്ത് ചെയ്യുന്നു? സർവീസില്ല. എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് അറിയാമോ? HIV ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. മുമ്പ് എപ്പോഴെങ്കിലും HIV ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. HIV എന്ന് പറയുന്നത് ഒരു വൈറസ് ആണ്. അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ഇല്ലാതാക്കുന്നു. HIV രോഗാണുക്കൾ ശരീരത്തിൽ കയറി കുറച്ച് വർഷം കഴിയുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയും. അങ്ങനെ പ്രതിരോധ ശേഷി തീരെ ഇല്ലാണ്ടാകുന്ന അവസ്ഥയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. HIV 4 രീതിയിലാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. 1. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം. 2. രക്തം വഴി. HIV ബാധിതരായ ആളുകളിൽ നിന്നും രക്തം സ്വീകരിച്ചാൽ നമുക്ക് HIV വരാൻ സാധ്യതയുണ്ട്. 3. സൂചിയും സിറിഞ്ചും വഴി. HIV ഉള്ളവർക്ക് ഉപയോഗിച്ച സൂചിയും സിറിഞ്ചും അണുവിമുക്തമാക്കാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ HIV വരാം. 4. HIV ബാധിതയായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്. ഈ 4 രീതിയിലാണ് HIV പകരുന്നത്. HIV ടെസ്റ്റ് ചെയ്യാൻ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഒന്നുകിൽ നെഗറ്റീവ് എന്നായിരിക്കും റിസൾട്ട്. എന്ന് വെച്ചാൽ HIV രോഗാണുക്കൾ നിങ്ങളുടെ രക്തത്തിൽ ഇല്ലാന്നർത്ഥം. HIV പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ HIVയുടെ രോഗാണുക്കൾ നിങ്ങളുടെ രക്തത്തിൽ ഉണ്ടെന്നാണ്. HIV നെഗറ്റീവ് റിസൾട്ട് കിട്ടിയാൽ ഭാവിയിൽ HIV കിട്ടാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. HIV ഉണ്ടെന്നുള്ള റിസൾട്ട് കിട്ടിയാൽ നമുക്കതിന് വേണ്ട ചികിത്സ ഇവിടെ ഉഷസ് എന്ന് പറയുന്ന ക്ലിനിക്കുണ്ട്. അവിടെ നിങ്ങൾക്ക് എല്ലാ ചികിത്സയും സൗജന്യമായി ലഭിക്കുന്നതാണ്. മാത്രമല്ല അവിടെ ഡോക്ടറും നഴ്സും ഫാർമസിസ്റ്റും അടങ്ങുന്ന ഒരു ടീം തന്നെ നിങ്ങളെ സഹായിക്കാനായിട്ട് അവിടെയുണ്ട്. നമുക്കപ്പോൾ രക്തം പരിശോധിക്കാനായിട്ട് നിങ്ങളുടെ ഒരു സമ്മതം ആവശ്യമാണ്. ഇതാണ് സമ്മതപത്രം. ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്യണം. സുശീലിന്റെ റിസൾട്ട് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 3 ടെസ്റ്റുകളും ചെയ്തു നോക്കി. 3ലും HIV ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നുവെച്ച് സുശീലൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ വളരെ നല്ലൊരു ട്രീറ്റ്മെന്റ് തന്നെ HIVക്കുണ്ട്. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ അസുഖങ്ങൾ വരാതെ നോക്കണം. ഒരു ആരോഗ്യപരമായ ജീവിതശൈലി കൊണ്ട് നമുക്ക് പ്രതിരോധശേഷി കുറച്ചൊക്കെ കൂട്ടാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്നത് CD4 ടെസ്റ്റാണ്. CD4 ടെസ്റ്റ് പ്രതിരോധശേഷി എത്രയുണ്ടെന്ന് അറിയാനുള്ള ടെസ്റ്റാണ്. അത് ചെയ്തതിന് ശേഷം അതിന്റെ റിസൾട്ട്സ് ആണ് ഡോക്ടർ മരുന്ന് കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. ഇപ്പൊ തൽക്കാലം TBയുടെ മരുന്ന് വളരെ കൃത്യമായി കഴിക്കുക. ഇതിലെ യാതൊരു മുടക്കവും വരുത്തരുത്. മാത്രമല്ല വീട്ടിൽ മറ്റാർക്കെങ്കിലും TBയുടെ ലക്ഷണം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ കഫം പരിശോധിക്കാനായിട്ട് വിധേയരാക്കുകയും വേണം. പിന്നെ ഇവിടെ നൽകിയ റിസൾട്ട് കൊണ്ട് നിങ്ങൾ ഉഷസിൽ പോയി അവിടുത്തെ ഡോക്ടർ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യണം. എങ്കിലേ ആരോഗ്യം വീണ്ടെടുക്കാനാവൂ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാനിനി എത്ര കാലം ജീവിക്കും? HIV കൊണ്ട് ഉടനെ മരിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ ഇല്ല. വളരെ നല്ല ചികിത്സ നിങ്ങൾക്ക് ലഭ്യമാണ്. HIV, BPയും ഷുഗറും പോലെ വളരെ നമുക്ക് നിയന്ത്രിച്ച്
മുന്നോട്ടു പോകാനുള്ള ചികിത്സ ഇപ്പോഴുണ്ട്. മരുന്ന് കഴിച്ച് നിയന്ത്രിക്കാവുന്ന ഒരു അസുഖമാണ് ഇപ്പോൾ HIV. എൻ്റെ ഭാര്യയ്ക്കോ കുട്ടിക്കോ ഇത് പകരാൻ? ഭാര്യയ്ക്ക് അസുഖം ഉണ്ടോ ഇല്ലയോ എന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. സൗകര്യം പോലെ അവരെ ഒരു ദിവസം കൂട്ടിക്കൊണ്ടുവന്നാൽ നമുക്കിവിടെ രക്തം പരിശോധിക്കാൻ പറ്റും. ഞാനിതെങ്ങനെ എൻ്റെ ഭാര്യയോട് പറയും? നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സുശീലൻ തന്നെ അത് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യമായിട്ട് TBയുടെ മരുന്ന് ഡോക്ടർ പറയുന്നത് പോലെ വളരെ കൃത്യമായിട്ട് കഴിക്കുക. മാത്രമല്ല, ഇവിടുന്ന് ഉഷസിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ഡോക്ടേഴ്സും കൗൺസിലേഴ്സും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും നിങ്ങളെ സഹായിക്കാനും ഉണ്ട്. നമുക്ക് HIV ബാധിതരുടെ ഒരു കൂട്ടായ്മയുണ്ട്. പ്രത്യാശാ കേന്ദ്രം എന്നാണ് അതിൻ്റെ പേര്. അവിടെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും കൗൺസിലിംഗ് സേവനം ലഭ്യമാണ്. മാത്രമല്ല, നിങ്ങളെ സഹായിക്കാനായിട്ട് അവിടെ ഒരുപാട് പേരുണ്ട്. ഓക്കെ. വരൂ, ഇരിക്കൂ. സുശീലന്റെ ഭാര്യയാണല്ലേ? പേരെന്താ? നളിനി. നളിനി എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാ. സുശീലിന് എല്ലാ വിവരവും പറഞ്ഞല്ലോ അല്ലേ? മുമ്പ് എപ്പോഴെങ്കിലും നളിനി HIV ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ അദ്ദേഹത്തിനുള്ള സ്ഥിതിക്ക് നിങ്ങൾക്കും HIV ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയും രക്തം ഒന്ന് പരിശോധിക്കണം. ഇദ്ദേഹത്തിന് ഉണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്തിനാ HIV ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇല്ലെന്നാണെങ്കിൽ ഭാവിയിൽ നമുക്ക് വരാതിരിക്കാൻ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അതല്ല ഉണ്ടെന്നാണെങ്കിൽ തന്നെ നേരത്തെ തന്നെ അതിന് ചികിത്സാ സംവിധാനം നമുക്ക് തുടങ്ങാം. ഇത് സമ്മതപത്രമാണ്. ഇത് നിങ്ങളുടെ HIV ടെസ്റ്റിനുള്ള സമ്മതപത്രം. ഇത് വായിച്ചതിന് ശേഷം ഒപ്പിടുക. ശരി. ഇരിക്കൂ. നളിനിയുടെ റിസൾട്ട് ആയിട്ടുണ്ടേ. ഇതിൽ കുഴപ്പമൊന്നുമില്ല. റിസൾട്ട് നെഗറ്റീവാണ്. ഇദ്ദേഹത്തിന് എങ്ങനെയാ എയ്ഡ്സ് ഉണ്ടായതെന്ന് പറയാമോ? നേരത്തെ പറഞ്ഞതുപോലെ 4 രീതിയിലാണ് HIV പകരുക. അത് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് ഈ ടെസ്റ്റ് കൊണ്ട് അറിയാൻ പറ്റില്ല. മാത്രമല്ല, അത് അറിഞ്ഞതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. പിന്നെ ഇപ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യകാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനി ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ ഇപ്പം തന്നെ ARTയിൽ പോകണം. ഇദ്ദേഹത്തിന് TB ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് TBക്കുള്ള മരുന്ന് വളരെ കൃത്യമായിട്ട് കഴിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ഉഷസിൽ പോകണം. അവിടുത്തെ ഡോക്ടർമാർ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം. അവിടെ നിങ്ങൾക്ക് കൗൺസിലേഴ്സിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും സേവനവും സഹായങ്ങളും ലഭ്യമാണ്. വരൂ, കൗൺസിലറെ കാണാം. ഞാൻ പ്രീത, ഇവിടുത്തെ കൗൺസിലറാണ്. ജ്യോതിസിൽ നിന്നും HIV രോഗബാധയെക്കുറിച്ച് മനസ്സിലാക്കി. സുശീലൻ ഇപ്പോൾ TBയുടെ മരുന്ന് കഴിച്ചു തുടങ്ങി. പിന്നെ ICTC പോയി കൗൺസിലറെ കണ്ടു. കാര്യങ്ങളെല്ലാം ഒരുവിധം മനസ്സിലായി. രോഗം ഉണ്ട്, ചികിത്സ വേണ്ടി വരും. പക്ഷേ ഭയപ്പെടാനില്ല. ഒരു TBയുടെ മരുന്ന് ഒരു 6 മാസം കഴിക്കുമ്പോഴേക്കും ഒരുവിധം നല്ല ആരോഗ്യമാവും. ഇപ്പോൾ നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു കിട്ടും. പിന്നെ ART എന്ന് പറയുന്ന ഒരു മരുന്ന് നമുക്ക് തുടങ്ങേണ്ടി വരും. അത് ഏകദേശം 2 മാസത്തിനുള്ളിൽ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അത് തുടങ്ങി ജീവിതകാലം മുഴുവനും
കൃത്യമായിട്ട് കഴിക്കേണ്ടി വരും. രാവിലെ ഒരു ഗുളിക, വൈകിട്ടൊരു ഗുളിക. ഗുളിക കഴിച്ചുകൊണ്ടിരുന്നാൽ സാധാരണ എല്ലാവരും ജീവിക്കുന്ന പോലെ നിങ്ങൾക്കും ജീവിക്കാൻ പറ്റും. പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, കണ്ടിന്യൂസ് ആയി മരുന്ന് കഴിക്കണമെന്ന് മാത്രം. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, CD4 എന്ന് പറയുന്നൊരു ടെസ്റ്റ് നമുക്ക് ചെയ്യണം. രോഗപ്രതിരോധ ശക്തി എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടെന്ന് അറിയാനുള്ളൊരു ടെസ്റ്റ്. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് അറിയാം. രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം, മരുന്ന് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ടെസ്റ്റുകൾ എടുക്കണം. മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ് വരുന്നുണ്ടോ എന്നറിയാനായിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് രണ്ടും ചെയ്യാൻ ഞാനിപ്പോൾ എഴുതിത്തരാം. അത് ചെയ്തിട്ട് CD4 ഇന്ന് തന്നെ ഞങ്ങൾ ചെയ്യും. ഇന്ന് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ട് നാളെ വരും. നാളെ വന്നെല്ലാം നോർമലാണെങ്കിൽ, മാനസികമായിട്ട് മരുന്ന് തുടങ്ങാനും റെഡിയാണെങ്കിൽ നമുക്ക് വലിയ താമസമില്ലാതെ മരുന്ന് തുടങ്ങാം. നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. CD4 റിസൾട്ട് വന്നിട്ടുണ്ട്. 220 കാണിക്കുന്നത്. സാധാരണ 500 ഒരു നോർമലായിട്ടുള്ള ഒരാൾക്ക് കാണുന്നത്. ഇത് 220 കുറച്ച് കുറവാണ്. അപ്പോൾ ഈ സമയത്ത് മരുന്ന് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് വലിയ താമസമില്ലാതെ മരുന്ന് തുടങ്ങാം. മരുന്നിന് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് 100% എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ 90% പേർക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവാറില്ല. 10% പേർക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവാം. ആ ഉണ്ടാവുന്ന സൈഡ് എഫക്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ചില മരുന്നുകളാണെങ്കിൽ സൈഡ് എഫക്റ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അല്ലാത്തതാണെങ്കിൽ മരുന്നൊന്നും മാറ്റേണ്ടി വരും. ഇപ്പോൾ ഒരു മരുന്ന് മാറ്റി വേറെ. നിങ്ങളെ സംബന്ധിച്ച് വ്യത്യാസമൊന്നുമില്ല. കാരണം ഒരു ഗുളിക രാവിലെയും ഒരു ഗുളിക വൈകുന്നേരവും കഴിക്കുന്നു. പിന്നെ ഒരു ഗുളിക ഉച്ചയ്ക്ക്, അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരു ഗുളിക ഉച്ചയ്ക്ക് കഴിക്കുന്നു. അതൊരു 6 മാസം കഴിക്കുന്നു. TBയുടെ മരുന്ന് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയും വേണം. ആദ്യം 15 ദിവസം മരുന്ന് കഴിച്ച് വീണ്ടും വന്ന് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. സൈഡ് എഫക്റ്റ് വല്ല മരുന്നുണ്ടോ, രക്തക്കുറവുണ്ടോ, അസുഖം കാരണം വേറെ എന്തെങ്കിലും കുറവുണ്ടോ എന്നറിയാൻ. ഇല്ലെങ്കിൽ പിന്നെ മാസാമാസം മരുന്ന് എഴുതാം. മാസത്തിലൊരിക്കൽ ഇവിടെ വരണം. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം. തിരിച്ചു വരുമ്പോൾ മരുന്നിൻ്റെ ബോട്ടിൽ കൊണ്ടുവരണം. നമ്മൾ മരുന്ന് കഴിച്ചിട്ടില്ലെന്ന് അറിയാനായിട്ട്. ഞങ്ങൾ പറയുന്ന ഡേറ്റിൽ വരണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഇടയ്ക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് വേണ്ടി വരും. 1 വർഷം കൃത്യമായിട്ട് മരുന്ന് കഴിക്കുകയാണെങ്കിൽ പിന്നെ 2 മാസത്തേക്ക് മരുന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലുകളിലേക്ക് മരുന്ന് കൊടുത്തയക്കാനും സൗകര്യമുണ്ട്. നിങ്ങൾ ഫാർമസിസ്റ്റിനെ കാണണം. ഫാർമസിസ്റ്റ് മരുന്ന് തരും. അതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞു തരും. പിന്നെ കമ്മ്യൂണിറ്റി കെയർ കോർഡിനേറ്റർ എന്ന് പറഞ്ഞ് ഈ അസുഖത്തെപ്പറ്റി അറിയുന്ന ഒരാളുണ്ട്. പോസിറ്റീവ് ആളാണ്. പിന്നെ പ്രത്യാശയിലും കൂടി പോകുന്ന വഴിക്ക് അവിടെ പോസിറ്റീവ് ആൾക്കാരുടെ നെറ്റ്വർക്കാണ്. അവരെയും കൂടി കണ്ടിട്ട് സ്ഥിരമായിട്ട് വരും. പറയണം സാർ. അസുഖം കുറവുണ്ടോ? കുറവുണ്ട്. ആ. ഇരിക്കണം. ആ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ട്രീറ്റ്മെന്റ് കൊണ്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ മരുന്നുകളുണ്ട്. പണ്ടായിരുന്നെങ്കിൽ ഈ അസുഖത്തെക്കുറിച്ച് പേടിയും വെറുപ്പുമായിരുന്നു.
അതെ, സുശീലേട്ടന് അസുഖമാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ ആദ്യം വിചാരിച്ചതെല്ലാം തീർന്നെന്നാ. പക്ഷേ കൃത്യമായ ട്രീറ്റ്മെന്റും ജീവിതചര്യയും ഉണ്ടെങ്കിൽ ഈ അസുഖത്തെ പ്രയാസമില്ലാതെ നേരിടാൻ ഞാൻ മനസ്സിലാക്കി. പിന്നെ സുശീലന്റെ പ്രൊമോഷന് സമയമായിട്ടുണ്ട്. അടുത്ത മാസം പേപ്പേഴ്സ് വരുമെന്നാ GM പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ചെലവിന് ഓഫീസിലെല്ലാവരും കാത്തിരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? സുന്ദരനല്ലേ? ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? എനിക്ക് പ്രൊമോഷൻ കിട്ടി. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. ഇപ്പൊ ഇവിടെ അപ്പോയിന്റ്മെന്റ് ആയി. ഓൾ ദ ബെസ്റ്റ്. എല്ലാവിധ ആശംസകളും. ഓക്കെ. നളിനി, ചായ. ഇന്ന് എന്തിനാ ഇത്ര ധൃതി? ഇന്നലെ റിട്ടയർ ആയില്ലേ? ഇനി ഓഫീസിലേക്ക് പോണ്ട. ശരിയാണ്, ഇനി ധൃതി വേണ്ട. സുശീലേട്ടാ, മോന്റെ ഫോൺ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചോളാം. ആ